ഈ ട്രാപ്പ് ഇവിടെ മാത്രമല്ല, അങ്ങ് കേന്ദ്രത്തിലുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിയന്ത്രണം കടുപ്പിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ. 5 മാസത്തിനിടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയ്ക്ക് 1.95 ലക്ഷം, അതായത് 1,95,000 ബ്ലോക്കിംഗ് ഓർഡറുകളാണ് നൽകിയത്. ഓരോ മിനിറ്റിലും ഓരോ അക്കൗണ്ടോ പോസ്റ്റോ നീക്കം ചെയ്യാൻ കേന്ദ്രം നിർദ്ദേശം നൽകുന്നു. 1 ലക്ഷത്തോളം നോട്ടീസുകളാണ് ഇൻസ്റ്റാഗ്രാമിന് ലഭിച്ചത്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ശക്തമായ സമയത്താണ് നോട്ടീസുകളിൽ വൻ വർധനയുണ്ടായത്. ആദിൽ പാലോട്, ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കാൻ വേണ്ടി എടുത്ത എഫേർട്ടിന്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ അത് ഞെട്ടിക്കുന്നതാണ്. അതിലിപ്പോ വാർത്തയിൽ പറയുന്നത് പോലെ 1 മിനിറ്റിൽ ഒരു പോസ്റ്റ് വെച്ച് നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നത് എത്ര സംഘടിതമായൊരു തീരുമാനമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു സ്വതന്ത്ര ഇന്ത്യ കണ്ടതിന് ശേഷമുള്ള ഏറ്റവും വലിയ മാധ്യമ നിയന്ത്രണം എന്ന് വേണമെങ്കിൽ പറയാം. അത് മുഖ്യധാരാ മാധ്യമങ്ങളെ മാത്രമല്ല, സാമൂഹിക മാധ്യമങ്ങളെ 1 മിനിറ്റിൽ ഒരു പോസ്റ്റ് എന്ന മട്ടിലാണ് ഇപ്പോൾ കേന്ദ്രം നിയന്ത്രിക്കുന്നത്, അല്ലേ? ഉറപ്പായും അരുൺകുമാർ, ഞെട്ടിക്കുന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചില വിവരാവകാശ രേഖകളിലേക്ക് അടിസ്ഥാനത്തിലുള്ള കണക്കാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം പുറത്തുവിട്ടിരിക്കുന്നത്. അരുൺ പറഞ്ഞതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത നിയന്ത്രണം, സെൻസർഷിപ്പ് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നതിന്റെ കൃത്യമായ തെളിവുകളാണിത്. 5 മാസം, മാർച്ച് മുതൽ ജൂലൈ വരെയുള്ള മാസത്തെ കണക്കുകളാണിത്. 1,95,000 പോസ്റ്റുകളും ഒപ്പം പോസ്റ്റുകളോ അക്കൗണ്ടുകളോ നീക്കം ചെയ്യാനുള്ള നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് എന്ന കണക്ക്. ഇതിൽ ഏറ്റവും കൂടുതൽ നടപടി ഇൻസ്റ്റഗ്രാമിനാണ്. 1 ലക്ഷത്തോളം നോട്ടീസുകളാണ് ഇൻസ്റ്റഗ്രാമിന് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്. ഫേസ്ബുക്കിൽ 80,000, യൂട്യൂബിന് 15,000, അങ്ങനെ 1,95,000 ബ്ലോക്കേജ് നോട്ടീസുകളാണ് കേന്ദ്ര സർക്കാർ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നൽകിയത് എന്ന വാർത്ത ഈ ഘട്ടത്തിൽ വരുന്നു. ഓരോ മിനിറ്റിലും ഓരോ അക്കൗണ്ടോ പോസ്റ്റോ നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം എന്ന നിലയിൽ നമുക്കിതിനെ ശരാശരി എടുത്താൽ കാണാൻ കഴിയും. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങളുണ്ടായിരുന്നു, സമരമുണ്ടായിരുന്നു. ഞാനിപ്പോൾ ജന്തർ മന്ദർ റോഡിലാണുള്ളത്. ഇവിടെ വലിയ തോതിൽ കുട്ടികളെത്തി പ്രക്ഷോഭങ്ങളുണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് സമരത്തിന്റെ വലിയൊരു ഊർജം ആ നിലയിൽ പങ്കുവച്ചിരുന്നത്. ആ സമയത്ത് ദില്ലി പോലീസ് ഇടപെട്ട് കൂടുതൽ പോസ്റ്റുകൾ നീക്കം ചെയ്യാനുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. പ്രധാനമന്ത്രിക്കെതിരെ വരുന്ന അപമാനിക്കുന്ന പോസ്റ്റുകളൊക്കെ നീക്കം ചെയ്യാൻ കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു. ഈ സമയത്താണ് കൂടുതൽ നോട്ടീസുകൾ കേന്ദ്ര സർക്കാർ നൽകിയത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് എന്ന വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. മറ്റൊന്ന്, നിലവിലെ പുതിയ മെറ്റയുമായുള്ള ചർച്ചകൾക്ക് ശേഷം കൃത്യമായൊരു മാനദണ്ഡവും നടപടിക്രമവും ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി കമ്പനിയുടെ പരിശോധന ഇല്ലാതെ തന്നെ സർക്കാർ നിർദ്ദേശിക്കുന്ന പോസ്റ്റുകൾ 3 മണിക്കൂറിനുള്ളിൽ ഓട്ടോമാറ്റിക്കായി നീക്കം ചെയ്യപ്പെടുന്ന രീതിയാണ് ഉള്ളത്. ഏതായാലും കടുത്ത നിയന്ത്രണം സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്കും പോസ്റ്റുകൾക്കും കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുന്നു. 5 മാസത്തിനിടെ 1,95,000 പോസ്റ്റുകളും അത് സമാനമായി തന്നെ അക്കൗണ്ടുകളും നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് അരുൺ പുറത്തു വരുന്നത്. ഓക്കെ, വലിയ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ആദിൽ പാലോട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 1 മിനിറ്റിൽ ഒരു പോസ്റ്റ് എന്ന മട്ടിലാണ് നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം കൊടുക്കുന്നത്. ഇത്ര ഭയമാണോ എന്നേ നമുക്ക് ചോദിക്കാനുള്ളൂ. ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ തെറ്റിച്ചുകൊണ്ടല്ല, പകരം സർക്കാരിനെതിരെയുള്ള വിമർശന പോസ്റ്റുകളാണ് ഇങ്ങനെ നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നത്. ഇതിനെയാണ് എന്ത് പറയുന്നത്, ലോക്കൽ ലീഗൽ റിക്വയർമെന്റ്. ഇതെങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ, അത്തരം പോസ്റ്റുകൾ ഇന്ത്യയിൽ മാത്രമേ കാണാനാവൂ. വിദേശത്ത് നിന്ന് നോക്കിയാൽ ആ പോസ്റ്റുകൾ കാണാം. അതെന്ന് പറഞ്ഞാൽ അതിനെ ജിയോ ബ്ലോക്കിംഗ് എന്നാണ് പറയുക. ഇത്തരം കാര്യങ്ങളിൽ ജിയോ ബ്ലോക്കിംഗ്. എന്നാൽ അതേസമയം ഫേസ്ബുക്കിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് തെറ്റിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടാൽ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് തെറ്റിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടാൽ, ഒബ്സീൻ ആയിട്ടുള്ള റിമാർക്സോ മോശമായ ഏതെങ്കിലും കണ്ടന്റോ നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ അത് പൂർണ്ണമായും മാറ്റും. അതൊരു രാജ്യത്ത് മാത്രമല്ല, അത് മറ്റേയുടെ പ്ലാറ്റ്ഫോമിലേ ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ജിയോ ബ്ലോക്കിംഗ് ആണ്. ഇന്ത്യയിൽ മാത്രമാണ് ഇവ ദൃശ്യമാകാത്തത്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഈ പോസ്റ്റുകൾ കാണുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നു, ഈ പരിപാടി ഇപ്പോൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാമൂഹിക മാധ്യമ നിയന്ത്രണ യന്ത്രം സർക്കാർ അവസാനിപ്പിക്കണം. അത് കേന്ദ്ര സർക്കാരാണെങ്കിൽ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാരാണെങ്കിൽ സംസ്ഥാന സർക്കാർ. ഒരു പ്രേക്ഷകൻ പറയുന്നു, അവരുടെ ഇടതനുകൂല ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളായ കുറുകുട്ടി സഖാക്കൾ, പാനൂർ സഖാക്കൾ എന്നിങ്ങനെ മറ്റ് അക്കൗണ്ടുകളും മെറ്റ പൂട്ടിച്ചു എന്ന് പറയുന്നു. മെറ്റയുടെ പരിപാടി കാണിക്കരുത് എന്നാണ് നമ്മുടെ ചേട്ടന്മാർ എഴുതി വെച്ചിരിക്കുന്നത്.